ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സിലൊക്കെ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിമം +2 യോഗ്യതയുള്ളവരിൽ നിന്നാണ് പുതിയൊരു അപേക്ഷ നമ്മുടെ UPSC വഴി വിളിക്കുന്ന NDA നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് UPSCൻ്റെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള ആൻഡ് നാവൽ അക്കാഡമി എക്സാമിനേഷൻ 2 2026 ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. സോ ഒരു വർഷത്തിൽ 2 നോട്ടിഫിക്കേഷനാണ് നമ്മുടെ NDA അതുപോലെ തന്നെ CDSൻ്റെ വിളിക്കാറുള്ളത്. സോ ഇത് സെക്കൻഡ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 2026ൻ്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വിളിച്ചു, അതിൻ്റെ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് രണ്ടാമത്തത് വിളിക്കും. ഈ രീതിയിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സാധാരണ വരാറുള്ളത്. ഇനി ഇതിൻ്റെ SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. SSB ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയില്ലെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് SSB ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് മലയാളത്തിൽ ലഭിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വീഡിയോ ഇത് തന്നെയാണ് നിലവിലുള്ളത്. അതേ പ്രൊസീജിയറിലാണ് നിലവിൽ ഇപ്പോൾ അത് നടക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷേ നിലവിൽ ആ ഒരു ഇതിൽ തന്നെയാണ് നടന്നു പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്, അതായത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപേക്ഷ തുടങ്ങിയത് 20/5/2026. CDSും ഇതേ ഡേറ്റിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ എല്ലാത്തിനും നമ്മൾ കൃത്യമായിട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ 20/5/2026 അപേക്ഷ തുടങ്ങി 9/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഏകദേശം 13/9/2026 ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. എക്സാം ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് മിനിമം അപേക്ഷിക്കാൻ +2 ആണ് യോഗ്യത. ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്കും UPSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം കേട്ടോ. വൺ ടൈം രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കയറി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്ക് പിന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ടാകും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്ക് ആർമി, നേവി, എയർഫോഴ്സിലേക്ക് റിപ്പോർട്ട് ചെയ്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ആർമിയിലേക്ക് 208 ഒഴിവുണ്ട്. നേവിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും 42 ഒഴിവുണ്ട്. എയർഫോഴ്സിൻ്റെ കാണാൻ സാധിക്കും ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 92 ഒഴിവുണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്കിലേക്ക് 18 ഒഴിവുണ്ട്. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്കിലേക്ക് 10 ഒഴിവുകളുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നാവൽ അക്കാഡമിയാണ്. നാവൽ അക്കാഡമിയിലേക്ക് 10+2 കാഡറ്റ് എൻട്രി സ്കീം വഴിയാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൽ 24 ഒഴിവുണ്ട്. അങ്ങനെ ആകെ മൊത്തം വന്നിട്ടുള്ള വേക്കൻസി 394 ഒഴിവുകളാണ് ടോട്ടൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ നമുക്കിതിൻ്റെ 3 പരീക്ഷാ സെൻ്ററാണുള്ളത്. 1 കൊച്ചി അഥവാ എറണാകുളം, 2 കോഴിക്കോട് അഥവാ കാലിക്കറ്റ്, 3 നമ്മുടെ തിരുവനന്തപുരം അതായത് ട്രിവാൻഡ്രം. ഇത്രയും സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് 3 സ്ഥലത്ത് വെച്ചിട്ടാണ് കേരളത്തിൽ പരീക്ഷ നടക്കുന്നത്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട പ്രായപരിധിയും കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അൺമേരിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ 1 ജാനുവരി 2008 അതുപോലെ തന്നെ 1 ജാനുവരി 2011 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആർമി വിങ്ങിലേക്ക്, നാഷണൽ ഡിഫൻസ് അക്കാഡമി ആർമി വിങ്ങിലേക്ക് +2 മതി. +2 മാത്രം മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, +2 പാസ്സായിരുന്നാൽ മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ എയർഫോഴ്സ്, നാവൽ വിങ്ങിലേക്കെല്ലാം അപേക്ഷിക്കുന്നവർക്ക് അവിടെ വരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് ഫോർ ദി 10+2 കാഡറ്റ് എൻട്രി സ്കീം. നേവിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് +2 ഉണ്ടായിരിക്കണം. എയർഫോഴ്സ്, നേവി എല്ലാത്തിൽ അപേക്ഷിക്കാൻ +2 ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാൻഡിഡേറ്റ് ഹു ആർ അപ്പിയറിംഗ് ഇൻ ദി +2 ക്ലാസ് അണ്ടർ 10+2 പാറ്റേൺ സ്കൂൾ എഡ്യൂക്കേഷൻ ഓർ ഇക്വാലൻ്റ് സിസ്റ്റം ക്യാൻ ഓൾസോ അപ്ലൈ. നിങ്ങൾ +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പഠിച്ച് കഴിഞ്ഞവരാണ്, ഏജ് ലിമിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിന് അപേക്ഷാ ഫീസ് 100 രൂപ വരുന്നുണ്ട്. SC ST ഫീമെയിൽസ് ഒന്നും തന്നെ ഫീസ് അടക്കണ്ട എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. വളരെ നല്ലൊരു അവസരമാണ് വേണ്ടത്. ആദ്യം പരീക്ഷയാണ് വരുന്നത്. പരീക്ഷാ സെൻറ്റർ നമ്മൾ കേരളത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. പരീക്ഷൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും കൂടി നമുക്ക് തന്നതായിട്ടും കാണാൻ സാധിക്കും. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാത്സ് ഉണ്ട് 2.5 മണിക്കൂറിന് 300 മാർക്കിനാണ്. പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് കാണാൻ സാധിക്കും 600 മാർക്കിൻ്റെ ചോദ്യമാണ്. പിന്നെ SSB ഇൻ്റർവ്യൂ 900 മാർക്കിന്, അതും 900 മാർക്കിന്, എക്സാം 900 മാർക്കിന്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സിലബസ്, എക്സാമിനേഷൻ സിലബസും നോട്ടിഫിക്കേഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കേണ്ട ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇതുപോലുള്ള ആർമി, നേവി, എയർഫോഴ്സ് അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ GK ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 2000 മലയാളത്തിലുള്ള GK ചോദ്യങ്ങളുണ്ട്. ഇത് ഇംഗ്ലീഷിലാണ് ഈ എക്സാം നടക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ 1000 GK ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിലുള്ള GK ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. UPSC ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് അത് പഠിക്കാൻ സഹായപ്രദമാണ്. പക്ഷേ UPSC പോസ്റ്റാണ്, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മാക്സിമം നമ്മളിതിൽ അറിവ് കളക്ട് ചെയ്യുക, പഠിത്തം നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം.
കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചതെല്ലാം തന്നെ ഈ ഒരു എക്സാമിൽ ചോദിക്കണം എന്നില്ല. അതായത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വരെ എക്സാമിൽ ചോദിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ പഠിച്ച കാര്യം വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എലിമിനേഷനിലൂടെയെങ്കിലും ഉത്തരത്തിലേക്ക് എത്താനും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ പറഞ്ഞ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.